എലപ്പുള്ളി ബ്രൂവറിക്ക് അനുമതി നിഷേധിച്ചതിൽ ആഹ്ലാദ പ്രകടനവുമായി ബിജെപിയും കോൺഗ്രസും. എലപ്പുള്ളി പഞ്ചായത്തിന് മുന്നിലാണ് ആഹ്ലാദ പ്രകടനം. അഷ്കർ അലി കരിമ്പയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അഷ്കർ അലി, രണ്ടു കൂട്ടരുടെയും ആഹ്ലാദ പ്രകടനം. ഇതിൽ ബിജെപിയും കോൺഗ്രസും ഉണ്ട് ആഹ്ലാദ പ്രകടനത്തിലല്ലേ? രണ്ടിടങ്ങളിലായിട്ടാണ് ശ്രുതി ഇത്തരത്തിൽ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. കോടതി വിധി ഇതായതിന് പിന്നാലെ തന്നെ ഹൈക്കോടതി വിധി സർക്കാരിനെതിരായതിന് പിന്നാലെ തന്നെ വലിയ ആഹ്ലാദ പ്രകടനമാണ്. ലഡ്ഡു വിതരണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തകർ ആഘോഷിക്കുക. ഇവിടെ DCC പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. അത് എന്താണ് ഇപ്പോൾ ഈ ഒരു ആഹ്ലാദത്തിന്? മദ്യ കമ്പനിയുടെ നോമിനികളെ കൂടിയാണ് നേരിടേണ്ടി വന്നത്. അവരുടെ പണത്തിന്റെ കൊഴുപ്പ് ഇത്തവണത്തെ ഇലക്ഷനിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ അവരെ ഉപകരിച്ചു. ആ പണക്കൊഴുപ്പാണ് ഇത്തവണത്തെ ഭരണം നമ്മൾക്ക് നഷ്ടമാകാൻ കാരണം. പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തളരില്ല. ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ശക്തമായി ഈ കോൺഗ്രസ് നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ രീതിയിലൊരു ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. അഥവാ ഇവിടെ എലപ്പുള്ളിയിൽ ഇത്തവണ UDFന്റെ ഭരണം നഷ്ടമായത് വലിയ തോതിൽ ആയുധമാക്കുകയും ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതി വിധി എങ്ങനെയാണ് കാണുന്നത്? നല്ലൊരു വിധിയാണ് വന്നിട്ടുള്ളത്. കാരണം ഗവൺമെന്റിന്റെ മുഖത്തേറ്റ അടിയാണിത്. എക്സൈസ് മന്ത്രിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും കാരണത്തേറ്റ അടി എന്ന് പറയില്ലേ, കാരണത്താണ് കൊടുത്തിരിക്കുന്നത്. നീതിക്ക് നിയമത്തിന് വേണ്ടി ഹൈക്കോടതി നിലകൊണ്ടു. ഇവിടുത്തെ ജനങ്ങളുടെ പരാതി കേട്ടു, ഭരണസമിതിയുടെ പരാതി കേട്ടു. ഈ 11 മാസമായി നമ്മൾ നടത്തിയ സമരത്തിന് ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ രീതിയിലാണ് അഥവാ ഹൈക്കോടതി വിധി കോൺഗ്രസ് നിലപാടുകളെ പൂർണ്ണമായും ശരിവെക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്. അതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് ഇവിടെ കോൺഗ്രസ് നടത്തുന്നത്. എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തന്നെയാണ് ഈ ആഹ്ലാദ പ്രകടനം. മറുഭാഗത്ത് ഇപ്പോൾ ബി ജെ പി നേതാവ് ശ്രീകൃഷ്ണകുമാർ നേതൃത്വത്തിൽ തന്നെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. ശ്രീകൃഷ്ണകുമാർ ഇവിടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഭരണസമിതി യോഗം വരെ കലക്കാനുള്ള ബ്രൂവറി കമ്പനിയിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് CPMന്റെ ആളുകളെ എലപ്പുള്ളി പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗം വരെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തി. പുതുച്ചേരി പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് പുതുച്ചേരി പഞ്ചായത്തിലെ കോരയാർപ്പുഴയിൽ നിന്നും വെള്ളമെടുക്കാനുള്ള അനുമതി അജണ്ടയിൽ ഉൾപ്പെടുത്താതെ കൊടുക്കാനുള്ള നടപടിയുമായിട്ട് CPM മുന്നോട്ട് പോയി. ഇത്തരത്തിലുള്ള ഹൈക്കോടതി വിധി ഇപ്പോൾ വലിയ തോതിൽ സർക്കാർ അല്ല, ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു, സർക്കാർ നടപടിക്രമങ്ങൾ പാലിക്കാതെ, പഞ്ചായത്ത് രാജ് ആക്ട് മാനിക്കാതെ, പഞ്ചായത്ത് ഭരണസമിതിയെയും ഇവിടുത്തെ നിയമങ്ങളെയും മാനിക്കാതെയാണ് ബ്രൂവറി കമ്പനിക്ക് അനുമതി കൊടുത്തതെന്നുള്ളത്. തിരിച്ചടിയിൽ അതിലുള്ള ആഹ്ലാദ പ്രകടനമാണ് ബിജെപിയും കോൺഗ്രസും രണ്ടു ഭാഗങ്ങളിലായി നടക്കുന്നത്. എലപ്പുള്ളി പഞ്ചായത്തിന് മുന്നിലാണ് ഈ ആഹ്ലാദ പ്രകടനം നടക്കുന്നത്. അഷ്കർ അലി കരിമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.